ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടി. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫിൽട്ടർ ക്ലീനിങ്ങിനായിട്ട് വന്നതാണ് വണ്ടിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിൽറ്ററും ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഹെഡ് ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് ഈ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഈ ഭാഗത്ത് കാണുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ ഫിൽറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഓയിൽ ഫിൽറ്റർ വന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കണ സമയത്തുണ്ടല്ലോ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ ഐറ്റംറ്റി കാണണം കേട്ടോ. ഇത് ചരലാണ്, മുറ്റത്തൊക്കെ വന്ന മണ്ണ് വാരി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ചരൽ വന്നേക്കണ ഈ കാണണേ. അപ്പോൾ നമ്മളിത് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ വന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ രീതിയിലാണ് ഇത് വന്നേണേ. അതെന്തോ ഒന്നോലെ ആരോ പണി വെച്ചേക്കണത്, അല്ലാണ്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ രീതിയുടെ മണൽ വരില്ല. ഇത് ചരലാണ്, മണ്ണാണ്, മണ്ണ് ശരി കേട്ടോ ഉള്ളിലുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ ഇപ്പോൾ സ്കൂട്ടർ മോഡലായതുകൊണ്ട് അത്രയും അങ്ങോട്ട് എഫക്റ്റ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഫ്യൂൽ പമ്പിലേക്ക് അല്ല ഓയിൽ ഫിൽറ്ററിലേക്ക് പോണ ഭാഗം ഫിൽറ്റർ ചെയ്തിട്ട് തന്നെ പോണേ. അപ്പോൾ പമ്പിങ്ങിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ അതിൻ്റെ അടിയിൽ പോയിട്ടാണ് കിടക്കാം. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. ഒന്ന് ശ്രദ്ധിച്ചേക്കാം, ഇത് ഏതോ വഴിക്ക് പണി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എത്ര ഓടിയപ്പോഴത്തേക്കും ഈ കണ്ടീഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ ഇതുവരെ കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേക്കാം, ഇങ്ങനെ എന്തോ ഒരു പണി കിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. ശരിക്കും മണ്ണാണ് ഇതിനകത്ത് കിടക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. നിലവിൽ നമ്മളതിൻ്റെ ഓയിലും മാറ്റി ഫിൽറ്റർ ക്ലീനിങ് ബാക്കിത്തെ ഭാഗങ്ങൾ ഇപ്പോൾ ഓയിൽ പമ്പിങ് അടക്കം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം ഇനി. അപ്പോൾ പമ്പിങ് ഉള്ളതായിട്ടാണ്. ഇപ്പോൾ ഹെഡിൻ്റെ ബോൾട്ട് അഴിച്ച് നോക്കുമ്പോൾ ഓൾറെഡി പമ്പിങ് ഉണ്ട്. അപ്പോൾ അതും കൂടി എന്നാലും ഒന്നും കൂടി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് എന്തെങ്കിലും തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കേസ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എന്തെങ്കിലും കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ചെയ്തേക്കണതാണ്, അല്ലാണ്ട് അങ്ങനെ വരില്ല. ഓക്കെ.